വലിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്തു തന്നെ നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതും ആസൂത്രിതമായി, അതായത് കൃത്യമായി ആസൂത്രണം ചെയ്തു തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് നടന്നത് എന്നത് തെളിയിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള തെളിവുകൾ, രേഖകൾ പുറത്തു വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പക്ഷേ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ള പൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് ആണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ പ്രധാനമായും പറയുന്നത് 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളി, ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥരാണ് എന്നതാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ മുരാരി ബാബു 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഈ റിപ്പോർട്ട് നിരാകരിച്ചു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടും വിജിലൻസ് നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നത്, ഇതിന്റെ ആദ്യഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലാണ് വീഴ്ച പറ്റിയത്, ഉദ്യോഗസ്ഥർക്കാണ് പിഴവുണ്ടായത്, തനിക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള പിഴവുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ താൻ ഇതിൽ പ്രതിയല്ല എന്ന ഏറ്റവും ഉറപ്പോടുകൂടി മാധ്യമങ്ങളോട് പറയുകയും മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുകയും ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് കൃത്യമായ, അതായത് ഇത്തരത്തിൽ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരിക എന്നതിന് കൃത്യമായ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഓരോ മറുപടികളും എന്ന് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത് അത്രയും പവിത്രമായ ഒന്ന്, പ്രാർത്ഥനയും പൂജയും മാത്രമേ താൻ നടത്തിയുള്ളൂ, മറ്റൊന്നും താൻ ചെയ്തില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നത് തനിക്ക് അറിയില്ല എന്ന ഒക്കെ തന്നെയുള്ള ന്യായീകരണങ്ങൾ പറയുകയും കൃത്യമായി വ്യക്തത തരാത്ത ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ആദ്യഘട്ടം മുതൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വരുത്തി തീർക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചിരുന്നു. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് വിനോദ്. ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കുവാൻ, അല്ലെങ്കിൽ സർക്കാരിന്റെ പുതിയ നേട്ടങ്ങളെ, അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഭക്തജനങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉയർന്നു വന്നതിന് പിന്നിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ, ഏത് അന്വേഷണത്തിനും തങ്ങൾ വിധേയരാണ് എന്നൊരു കാര്യവും വ്യക്തമാക്കിയതും നമ്മൾ മറന്നുപോയിട്ടില്ല. എന്തായാലും ഭക്തജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമലയെ തീർത്തും ഒരു സാമ്പത്തിക സ്രോതസ്സായി മാത്രം മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. മെയിലുകൾ തുറന്നു നോക്കാത്ത വ്യക്തി എങ്ങനെയാണ് ഈ മെയിലിന് പിന്നീട് നടപടികൾ ഉണ്ടായതെന്നതും ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ് വിനോദ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ എന്തായാലും അടുത്ത ദിവസം അല്ലെങ്കിൽ വരും ദിവസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. താൻ എന്തുകൊണ്ട് മെയിൽ ചെയ്തു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെയിൽ അയച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് തീർത്തും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂശി ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പിഴവായി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിനോദ്. വ്യക്തമാണ്, സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂശി എല്ലാ കുറ്റങ്ങളും ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാനുള്ള വളരെ ഗൂഢ ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.